സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും തിരുവൈരാണിക്കുളം ഉത്സവത്തിന്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ ആലുവയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ആലുവ പെരുമ്പാവൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിൽ സഞ്ചരിച്ചാൽ മാറമ്പിള്ളിയിൽ എത്തിച്ചേരാം. മാറമ്പിള്ളിയിൽ നിന്നും ശ്രീമൂലനഗരം പാലം വഴി തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കാലടി അങ്കമാലി ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ശ്രീമൂലനഗരം പാലം വഴി തിരുവൈരാണിക്കുളത്തിൽ എത്തിച്ചേരാം. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പാർവതി ദേവിയുടെ നട തുറക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിന് എത്താറുള്ളത്. ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ ശബരിമല എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെ. നടതുറപ്പിന്റെ ഭാഗമായി യാത്രാ സൗകര്യത്തിനായി സ്പെഷ്യൽ KSRTC ഉണ്ട്. അതുപോലെ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവുമുണ്ട്. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാവുന്നതാണ്. ഉത്സവത്തിന്റെ ഭാഗമായി തിരുവൈരാണിക്കുളം നട തുറക്കുന്ന സമയം രാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ്. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഒരേ ശ്രീകോവിലിൽ കിഴക്ക് ദിശയിലേക്ക് ശിവനെയും പടിഞ്ഞാറ് ദിശയിലേക്ക് പാർവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതുകൂടാതെ ഉപദേവതകളായിട്ട് അയ്യപ്പൻ, മഹാവിഷ്ണു, ഗണപതി, സതീദേവി, നാഗങ്ങൾ തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട്. കുംഭമാസത്തിലെ തിരുവാതിര നാളിലാണ് മഹാദേവന്റെ ഉത്സവം. ഇതുകൂടാതെ നവരാത്രി, ശിവരാത്രി തുടങ്ങിയ വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം ഇവിടെ പൂജകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ പാർവതി ദേവിയുടെ തിരുനട വർഷത്തിലൊരിക്കൽ മാത്രമേ തുറക്കുകയുള്ളൂ. ആദ്യകാലങ്ങളിൽ ദേവിയുടെ തിരുനട പതിവായി തുറക്കുമായിരുന്നു. എന്നാൽ പിന്നീട് ഈ രീതിക്ക് മാറ്റം വന്നു. ഇതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. മഹാദേവനുള്ള നിവേദ്യങ്ങൾ ദേവി തന്നെയാണ് തയ്യാറാക്കിയിരുന്നത് എന്നാണ് വിശ്വാസം. ശാന്തിക്കാരൻ നിവേദ്യ സാധനങ്ങൾ തിടപ്പള്ളിയിൽ കൊണ്ടുപോയി വെക്കുകയും പൂജകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിവേദ്യം തയ്യാറായിട്ടുണ്ടാകും. ആ സമയത്ത് തിടപ്പള്ളിയിലേക്ക് ആർക്കും പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെയാണ് നിവേദ്യങ്ങൾ ദേവി തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന് വിശ്വസിച്ചു പോന്നിരുന്നത്. എന്നാൽ ഇതിന് പിന്നിലുള്ള രഹസ്യം അറിയാനായി ഇവിടുത്തെ കാരണവർ ക്ഷേത്രത്തിലെത്തുകയും തിടപ്പള്ളിയിൽ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് സർവാഭരണ വിഭൂഷിതയായി ദേവി തന്നെയാണ് നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നതും എന്നാണ്. ഇതറിഞ്ഞ ദേവി ദേഷ്യത്താൽ ഇവിടെ നിന്നും പടിയിറങ്ങുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ദേവിയുടെ കാൽക്കൽ വീണ് കാരണവർ മാപ്പ് അപേക്ഷിക്കുകയും തുടർന്ന് ദേവി വർഷത്തിലൊരിക്കൽ ഇവിടെ ദർശനം നൽകാമെന്ന് അനുമതി കൊടുക്കുകയും ചെയ്തു. മഹാദേവന്റെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം വരെ ദേവിയുടെ ദർശനം ഇവിടെ ലഭിക്കുമെന്നും ഈ സമയത്ത് വരുന്നവർക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കും. ഇതിനെ തുടർന്നാണ് നടതുറപ്പ് മഹോത്സവം ആരംഭിച്ചത്. സതീദേവിയുടെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പട്ട്, താലി, പുടവ, അതുപോലെ തന്നെ വാൽക്കണ്ണാടി, മഞ്ഞൾപ്പറ എന്നിവയാണ്. ഇതുകൂടാതെ നിരവധി വഴിപാടുകളുമുണ്ട്. ഇവിടുത്തെ ഉത്സവം നടത്തുന്നത് 3 ഇല്ലക്കാർ ചേർന്ന ട്രസ്റ്റാണ്. അകവൂർ, വെടിയൂർ, വെൺമണി എന്നീ 3 ഇല്ലക്കാർ ചേർന്ന ഒരു ട്രസ്റ്റാണ് ഇവിടുത്തെ ഉത്സവം നടത്തുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ദേവിയുടെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് ഉത്സവ സമയത്ത് എത്തുന്നത്. നടതുറപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തുന്നത്. ഇവിടെ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് വെർച്വൽ ക്യൂവും ജനറൽ ക്യൂവും ഉണ്ട്. ഇതുകൂടാതെ നിരവധി പോലീസ് സേനകളെയും വിന്യസിച്ചിട്ടുണ്ട്. ഫുൾ CCTV കൺട്രോളിലാണ് ഈ ഒരു ക്ഷേത്രവും പരിസരവും. ഞങ്ങൾ ജനറൽ ക്യൂവിലാണ് കയറിയത്. ജനറൽ ക്യൂവിലായാൽ പോലും ഒരു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് തൊഴുത് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇവിടുത്തെ ക്യൂ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് ഇവിടുത്തെ ആ ഒരു ക്യൂ സംവിധാനം.
ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ കൂടാതെ അയ്യപ്പ സ്വാമിക്കായിട്ട് ഇവിടെ നാളികേരം ഉടയ്ക്കുന്നതിനും ദേവിയുടെ തിരുനടയിൽ മഞ്ഞൾപ്പറ നിറയ്ക്കുന്നതിനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒട്ടും തിരക്കില്ലാത്ത രീതിയിൽ നമുക്ക് ഇവിടെ പറ നിറയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഫാമിലിയായിട്ട് തൊഴുതിറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള മനോഹരമായ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.